ആദ്യം നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ പുഴയിൽ തമ്പടിച്ച് ആനക്കൂട്ടത്തെ കാടുകയറ്റിയിരിക്കുകയാണ് വനവകുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിരപ്പള്ളി മേഖലയിൽ ആനകളുടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം വനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ പോലും ആന പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വലിയ ആനക്കൂട്ടമാണ് വെറ്റിലപ്പാറ ഭാഗത്ത് എത്തിയത്. ആനകളെ തുരത്തി കാടുകയറ്റി വിട്ടിരിക്കുകയാണ് വനംവകുപ്പ്. ഏറെ നേരം പുഴയിൽ ഈ ആനകൾ തമ്പടിച്ചിരുന്നു. അതിനുശേഷമാണ് വനവകുപ്പിൻ്റെ നടപടിയിലൂടെ ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ആ മേഖലയിൽ ഉടനീളമുണ്ട്. കഴിഞ്ഞ നമുക്ക് എന്ന് മുതലെന്ന് പറയാൻ കഴിയില്ല, ഏറെക്കാലങ്ങളായി ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇന്നലെ മന്ത്രി അവിടെ എത്തുകയും ഇന്ന് വിദഗ്ധ സംഘമൊക്കെ അവിടെ എത്തി എന്താണ് ചെയ്യാൻ കഴിയുക, ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ എത്രത്തോളം ഫലവത്തായി നടപ്പാക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ഇതിപ്പോൾ ആനകളുടെ ഒരു സ്ഥിരം കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അവരെ തുരത്തുക എന്നത് മാത്രമാണ് നിലവിൽ വനവകുപ്പിന് മുമ്പിലുള്ള പോംവഴി, അല്ലേ? തീർച്ചയായും. അതായത് ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുമ്പോൾ പരമാവധി തുരത്തുക. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ അതിരപ്പള്ളി മേഖല എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ തന്നെ ഈ വലിയ വനപ്രദേശങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഈ അവിടുത്തെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ആനക്കൂട്ടമൊന്നും തന്നെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവയെല്ലാം തന്നെ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉയർത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ കാട് ഇറങ്ങി നേരെ പുഴ കടന്നൊക്കെ തന്നെ നേരെ ആളുകൾ താമസിക്കുന്നിടത്തേക്ക് എത്തുന്ന ആനകളെ കൃത്യമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായാണ് ഇപ്പോൾ ഇന്നലെ മന്ത്രി ഷിബു ബേബി ജോൺ ഇവിടേക്ക് എത്തുകയും പിന്നീട് തുടർന്നുള്ള ഈ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഇന്നിപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം ആരംഭിക്കും. പക്ഷേ അതിന് മുൻപേ തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ RRT സംഘം സ്ഥലത്തുണ്ട്. RRT സംഘം ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ഒക്കെ തന്നെ ആനകളെ തുരത്തുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പുഴ കടന്നെത്തിയ ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ പുഴയിൽ നിലയുറപ്പിച്ചിരുന്ന ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ആനക്കൂട്ടത്തെ ഇപ്പോൾ പുഴ കടത്തി വിട്ടിട്ടുണ്ട്. ഇനി മടങ്ങി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നിപ്പോൾ അതിരപ്പള്ളിയിൽ നടക്കും. പ്രധാനമായും ഈ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ഏതൊക്കെ രീതിക്കാണ് ആനകളെ തുരത്താൻ കഴിയുക, ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഈ ആനകൾ വരുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നിരീക്ഷണം നടത്തിയ ശേഷം തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്.